നമസ്കാരം, എല്ലാവർക്കും കെ എസ് മെന്റലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കെ എസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു, എല്ലാവരും കാര്യമായിട്ടൊക്കെ പഠിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഹിസ്റ്ററി. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 40 മാർക്കിനാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം കൂടെ ചേർത്ത് ഈ പറയുന്ന ഏൻഷ്യൻ്റ്, മെഡീവൽ, മോഡേൺ എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ കേരള, ദെൻ വേൾഡ് ഹിസ്റ്ററി, അതുപോലെ തന്നെ കൾച്ചറിൻ്റെ കുറച്ച് പോർഷൻ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 40 മാർക്കിന് പ്രിലിംസിനും അതുപോലെ മെയിൻസിലേക്ക് വരുമ്പോൾ ഒരു ഫുൾ പേപ്പർ അല്ല 26 ക്വസ്റ്റ്യൻ അടങ്ങുന്ന 100 മാർക്കിൻ്റെ ഒരു പേപ്പർ എന്ന് പറയുന്നതും ഏതാണ് ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ ഡിഗ്രി തല എക്സാമുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന സബ്ജക്റ്റാണ് ഹിസ്റ്ററി. കാരണം കെ എസിന് ഹിസ്റ്ററിയുടെ വെയിറ്റേജ് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണാം. ഇനി നമുക്ക് എങ്ങനെ ഹിസ്റ്ററിയെ മനസ്സിലാക്കണം എന്നുള്ളതാണ് അടുത്തത്. എത്ര ഡെപ്ത് വരെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇങ്ങനെ കുറേ സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ മുന്നിലുള്ള വഴികൾ എന്ന് പറയുന്നത് ഒന്ന് സിലബസാണ്. സിലബസിനകത്ത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെ മേഖലകൾ നിങ്ങൾ നോക്കേണ്ടതുണ്ട്, കവർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ മുന്നിലുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് നമ്മുടെ നിർഭാഗ്യം കൊണ്ട് പറയട്ടെ, ഒറ്റ പേപ്പറേ നമ്മുടെ മുന്നിലുള്ളൂ. കഴിഞ്ഞ ഒരു കെ എസ് എക്സാം കൊണ്ട് മാത്രം നമുക്ക് ഹിസ്റ്ററിയിൽ ഏതൊക്കെ ഏരിയാസാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഒരു കംപ്ലീറ്റ് അനാലിസിസിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്താണ് പിന്നെ നമ്മുടെ മുന്നിലുള്ള വഴി? നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകൾ നടത്തിയിട്ടുള്ള ഇതുപോലെ കെ എസ് പോലെ മറ്റെല്ലാ സ്റ്റേറ്റുകൾക്കും ഒരു സിവിൽ സർവീസ് എക്സാംസ് നടത്തിയിട്ടുണ്ട്, സ്റ്റേറ്റ് സിവിൽ സർവീസ് എക്സാംസ്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യു പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, യു പി എസ് സി കുറേ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള മേഖലകൾ കൂടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് അനാലിസിസിലേക്ക് എത്താനായിട്ട്. കാരണം കഴിഞ്ഞ കെ എസ് പേപ്പർ മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മളിപ്പോൾ കഴിഞ്ഞ കെ എസ് എക്സാം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മോഡേൺ ഡേ ഹിസ്റ്ററി 2 ക്വസ്റ്റ്യനേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഈ വർഷവും 2 ക്വസ്റ്റ്യനേ ചോദിക്കുള്ളൂ, മോഡേൺ ഡേ ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊരു അനുമാനത്തിലേക്ക് നമുക്കൊരു കാരണവശാലും എത്താൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഏതൊരു സബ്ജക്റ്റ് ഏതൊരു എക്സാമിന് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സിലബസിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിലബസിനകത്ത് മൊത്തത്തിലൊരു 3 ഡിവിഷൻ, നിങ്ങൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി ABC എന്ന് പറഞ്ഞിട്ട് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ആ ഇന്ത്യൻ ഹിസ്റ്ററിയെ തന്നെ വീണ്ടും 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഏൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി. ഇങ്ങനെ 3 പാർട്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏൻഷ്യൻറ്റിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പറയുന്നത് എന്താ, സാലിയൻ ഫീച്ചേഴ്സ് ആൻഡ് മേജർ ലാൻഡ് മാർക്സ് ഓഫ് ഏൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ ഇന്ത്യ. വളരെ ജനറൽ ആയിട്ട് ഒരു ബ്രോഡായിട്ട് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ സബ് ഡിവിഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും അല്ലേ. അതുപോലെ ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ. അത് ഈ പറയുന്ന ഏൻഷ്യൻ്റ് മെഡീവൽ പീരീഡിൽ ഏതൊക്കെ രാജവംശങ്ങൾ ഭരിക്കാൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ റീനുകൾ നമുക്ക് പഠിക്കാനുണ്ടോ അതിലെല്ലാമുള്ള ആർട്ട്, അതുപോലെ തന്നെ കൾച്ചർ, അതുപോലെ ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ, ഇതിനെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും നമ്മൾക്കൊരു അവബോധം ഉണ്ടായിരിക്കണം. മേജർ ഡൈനാസ്റ്റീസ് അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. ഏതൊക്കെയാണ് ഡൈനാസ്റ്റീസ് എന്ന് അവർ പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള എല്ലാ ഡൈനാസ്റ്റീസും നമ്മൾ എന്ത് ചെയ്ത് പോകണം, ഒന്ന് കവർ ചെയ്ത് പോകണം. ഇനി മോഡേൺ ഡേയിലേക്ക് വന്നാലോ, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഫ്രം 18th century അപ് ടു പ്രസൻറ്റ്, സിഗ്നിഫിക്കൻ്റ് ഇവൻറ്റ്സ്, പേഴ്സണാലിറ്റീസ് ആൻഡ് ഇഷ്യൂസ്. ഇനി ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് നോക്കാം. സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് ഇൻ 19th and 12th century. അതായത് 19ാം നൂറ്റാണ്ടിലെയും 20ാം നൂറ്റാണ്ടിലെയും നവോത്ഥാനം ആയി ബന്ധപ്പെട്ടുള്ള മൂവ്മെൻറ്റുകൾ അത് നമ്മൾ കവർ ചെയ്യണം. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഇപ്പോൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, സ്റ്റേറ്റ് ഫോം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഉണ്ട്. എങ്ങനെയാണ് ഇത്രയും സ്റ്റേറ്റുകൾ പല വിഘടിച്ച് നിന്നിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് വന്ന് യോജിച്ചത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആൻഡ് ഹെർ നൈബേഴ്സ്, നമ്മുടെ നൈബേഴ്സും ആയിട്ട് ബന്ധപ്പെട്ടുള്ള റിലേഷൻസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നത്, ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, കവർ ചെയ്യാനുണ്ട്. ഇനി കേരളയിലേക്ക് വന്നാലോ, പ്രീ ഇൻഡിപെൻഡൻസ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്, സോഷ്യോ പൊളിറ്റിക്കൽ സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നടന്നിട്ടുള്ള മൂവ്മെൻറ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അവിടെയാണ് നവോത്ഥാനം പോലുള്ള കാര്യങ്ങൾ, നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അവർ തുടങ്ങിയ സംഘടനകൾ, ഇപ്പോൾ കഴിഞ്ഞ കെ എസ് എക്സാം നോക്കുകയാണെങ്കിൽ അവിടെ മാച്ച് ദ ഫോളോയിങ്, ഓരോ ആൾക്കാർ തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷൻ, ഇപ്പുറത്ത് ആരൊക്കെയാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ച വ്യക്തികൾ, ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തോ, ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റ് ഫോം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ,
പൊളിറ്റിക്കൽ പാർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. പൊളിറ്റിക്കൽ പാർട്ടീസ്, മൂവ്മെൻറ്റ്, ഗവൺമെൻറ് ആൻഡ് ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ് ആൻഡ് പോളിസീസ്. അന്ന് ആ തുടക്കകാലങ്ങളിൽ, അതായത് നമുക്ക് സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമങ്ങൾ അല്ല, ഇപ്പോൾ ലാൻഡ് റീഫോമുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിയമങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ പഠിക്കാനുള്ളത്. 3 കാര്യങ്ങളാണ്: ഏൻഷ്യൻ്റ്, മോഡേൺ, അതുപോലെ കേരള. ഏൻഷ്യൻ്റ്, മെഡീവൽ, മോഡേൺ, കേരള, 3 പാർട്ട്. ഇനി അടുത്ത പോർഷൻ ഏതാ? അടുത്താണ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിഗ്രി സിലബസിൽ നിന്ന് ഒരല്പം വ്യത്യാസമുണ്ട്. ഡിഗ്രിയിൽ പഠിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കണം. ഇപ്പോൾ ഗ്ലോറിയസ് റവല്യൂഷൻ, ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ള ഗ്ലോറിയസ് റവല്യൂഷൻ ഒന്നും നമുക്ക് ഇതിനകത്ത് പറയുന്നില്ല. ഇവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ട്, അതുപോലെ വേൾഡ് വാറുകളുണ്ട്, റീഡ്രോവൽ ഓഫ് നാഷണൽ ബൗണ്ടറീസ് ഉണ്ട്, കൊളോണിയലൈസേഷൻ ഉണ്ട്, ഡീകൊളോണിയലൈസേഷൻ ഉണ്ട്, ഗ്ലോബലൈസേഷൻ, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, ഇങ്ങനെയുള്ള ഐഡിയോളജി പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസ്. ഇനി അടുത്ത കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എടുത്താലോ? കേരളത്തിൻ്റെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. അതിനകത്ത് ആർട്ട് ഫോംസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, ലിറ്ററേച്ചറിനെ കുറിച്ച് പഠിക്കണം. കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കുറേ ലിറ്ററേച്ചേഴ്സ്, അതിപ്പോൾ മെഡിസിൻ പരമായിട്ടുള്ള പുസ്തകങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളായിട്ടും ആയിക്കോട്ടെ, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലിറ്ററേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൻ്റെ സ്കൾപ്ചർ, ആർക്കിടെക്ചർ, അതുപോലെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി, കേരളത്തിലെ സാമൂഹിക ഘടന എന്താണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതും ചോദിക്കാറുണ്ട്. പിന്നെ കേരള ട്രൈബൽ കൾച്ചർ, അതുപോലെ പിൽഗ്രിമേജ്, ടൂറിസ്റ്റ് പ്ലേസസ്, ഫോക്ക് കൾച്ചർ, സിനിമ, തിയേറ്റർ. ഇതിൽ കുറച്ച് ഏരിയാസ് നമുക്കിപ്പോൾ ഡിഗ്രി പ്രിലിംസിന് പഠിക്കുന്ന ആൾക്കാർ അതിനകത്ത് ആർട്ട്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് ഏരിയാസ് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ സിനിമ, തിയേറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പഠിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം സാധനങ്ങളും അത്രയും ഡെപ്തിൽ, ഇപ്പോൾ KS സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഡെപ്തിൽ നമ്മൾ പഠിക്കുന്നില്ല. സോ അതും നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദെൻ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളം ലാംഗ്വേജ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നത്, മലയാളം ഭാഷ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും നമ്മൾ നോക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എത്ര മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 40 മാർക്ക് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു. ഇനി ഓരോ ഏരിയയിൽ നിന്ന് എത്ര മാർക്കിനാണ് ചോദിച്ചത്. നമുക്ക് ആദ്യം പ്രിലിംസിൻ്റെ കാര്യം നോക്കാം. പ്രിലിംസിൽ 2 പേപ്പറാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഹിസ്റ്ററി എന്ന് പറയുന്ന മേഖല വരുന്നത് പേപ്പർ 1ലാണ്. ആ പേപ്പർ 1ൽ 40 മാർക്കിനാണ് ചോദിച്ചത്. അതായത് മൊത്തം നോക്കുമ്പോൾ 200ൽ 40 മാർക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്ന ആ പോർഷൻ്റെ വെയിറ്റേജ്. അതൊരു ചെറിയ സംഖ്യ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. 40 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് അത്രയും വിലപ്പെട്ട ഒരു മാർക്ക് തന്നെയാണ്. അതിനകത്ത് ഏൻഷ്യൻ പീരീഡിൽ നിന്ന് പ്രിലിമിനറിക്ക് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു, മെഡീവലിന് 6 ക്വസ്റ്റ്യൻ ചോദിച്ചു, അതുപോലെ മോഡേൺ പീരീഡിൽ 2 ക്വസ്റ്റ്യൻ, ഇത്രയും ചേർത്തിട്ട് 10 ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന മേഖലയിൽ 10 ക്വസ്റ്റ്യൻ ചോദിച്ചു. അടുത്തത് ഹിസ്റ്ററി ഓഫ് വേൾഡ് 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കേരള ഹിസ്റ്ററി 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള അതും 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഹിസ്റ്ററി ഈ പറയുന്ന 3ഉം കൂടെ ചേർത്തിട്ട് 10 ക്വസ്റ്റ്യൻ, അതുപോലെ വേൾഡ് 10, കേരള 10, കൾച്ചർ. അപ്പോൾ ഈ വർഷത്തെ എക്സാമിനും നമുക്ക് ഇങ്ങനെ ഒരു ഡിവിഷൻ തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിനകത്തുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ചേഞ്ച് നമുക്ക് കാണാം. ഇപ്പോൾ മോഡേൺ എന്ന് കഴിഞ്ഞ പ്രാവശ്യം 2 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്രാവശ്യം വേണമെങ്കിൽ മോഡേണിൻ്റെ വെയിറ്റേജ് അവർക്ക് കൂട്ടാം, മെഡീവൽ ഒരല്പം കുറയ്ക്കാം, ഏൻഷ്യൻ്റ് മോഡേൺ അവർക്ക് വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മൊത്തത്തിലുള്ള ഡിവിഷൻ ഏകദേശം ഈ ഒരു ഫോർമുലയിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി മെയിൻസിലേക്ക് പോയാലോ? മെയിൻസിലേക്ക് പോയി കഴിഞ്ഞാൽ മോഡേൺ 2 ക്വസ്റ്റ്യൻ പ്രിലിമിനറിക്ക് ചോദിച്ച സ്ഥാനത്ത് മെയിൻസിലേക്ക് വന്നപ്പോൾ അത് 6 ക്വസ്റ്റ്യൻ ആയി. അതുപോലെ ഏൻഷ്യൻ്റ് 2, മെഡീവൽ 1, ഇനി ഹിസ്റ്ററി ഓഫ് വേൾഡ് 5, കേരള ഹിസ്റ്ററി 5 ക്വസ്റ്റ്യൻ, അതുപോലെ കൾച്ചറിൽ നിന്ന് 7 ക്വസ്റ്റ്യൻ. സോ അവിടെ മെയിൻസ് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ പ്രിലിമിനറിക്ക് എത്ര മാർക്ക് ഉണ്ടെങ്കിലും നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്വാളിഫൈ ചെയ്തോ ഇല്ലയോ എന്ന് മാത്രമേ നമ്മൾ നോക്കൂ അല്ലേ. പക്ഷേ നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്നത് മെയിൻസ് ആണ്. മെയിൻസിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് വന്നു അതാണ് നിങ്ങളുടെ വിജയം നിർണ്ണയിക്കാൻ പോകുന്നത്. അത് നോക്കുകയാണെങ്കിൽ 7 ക്വസ്റ്റ്യൻ ആണ് കൾച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചത്. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മോഡേണിൻ്റെ ഹിസ്റ്ററിയും അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ഇത്രയും ചേർത്ത് ഒരു പേപ്പറാണ് കേട്ടോ. പേപ്പർ 1 എന്ന് പറയുന്നത് 26 ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. അതും 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ KS മെയിൻസ് എക്സാമിന് ചോദിച്ചത്.
ആ 3 മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 3 മാർക്കും 5 മാർക്കും എന്ന് പറയുമ്പോൾ നമുക്ക് പേജ് കണക്കിനൊന്നും എഴുതാനായിട്ട് സ്ഥലമില്ല. ആകെ ഒരു 3-4 ലൈൻസ് തരും. അതിനകത്താണ് അത്യാവശ്യം നല്ലൊരു ടോപ്പിക്ക് നമ്മൾ എഴുതി ഫലിപ്പിക്കേണ്ടി വരും. അപ്പോൾ ചുരുങ്ങിയ സ്ഥലത്ത് ഈ ടോപ്പിക്ക് എങ്ങനെ ഫലിപ്പിക്കും എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വരുന്ന ആദ്യത്തെ ചലഞ്ച്. അപ്പോൾ ചുരുക്കി എഴുതി പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യമായി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഓരോ സബ്ജക്റ്റുകളെയും ഇനി എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം, നമ്മൾ സ്വീകരിക്കേണ്ട മെത്തഡോളജി എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നോക്കാനുള്ളത് ഹിസ്റ്ററി ഏതോ ആയിക്കോട്ടെ, ഏൻഷ്യൻ്റ് ആയിക്കോട്ടെ, മെഡീവൽ ആയിക്കോട്ടെ, മോഡേൺ ആയിക്കോട്ടെ, വേൾഡ് ആയിക്കോട്ടെ, കേരള ആയിക്കോട്ടെ, ഇതിനൊന്നും നിങ്ങൾ ആദ്യമേ ഒരു സംഭവം ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഓക്കെ ഇന്ന് ഞാൻ നവോത്ഥാനം പഠിച്ചോളാം, കേരളത്തിലെ ഇന്ത്യയിലൊക്കെ നടക്കുന്ന നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് പഠിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങരുത്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഹിസ്റ്ററിയിൽ ഏത് ഹിസ്റ്ററി ആയിക്കോട്ടെ നിങ്ങൾ മൊത്തത്തിൽ ആ ഹിസ്റ്ററി ഒന്ന് മനസ്സിലാക്കുക. ഏത് സംഭവം തൊട്ട് ഏത് സംഭവം വരെയാണ് എനിക്ക് പഠിക്കാനുള്ളത്. മോഡേൺ ഡേ ഹിസ്റ്ററി ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പൊതുവേ പഠിക്കുന്ന എന്താ, ആ യൂറോപ്യൻസിൻ്റെ വരവോടുകൂടി അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് തൊട്ട് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ആ ഒരു പീരീഡിൽ മോഡേൺ ഡേ ഹിസ്റ്ററി നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുള്ള സംഭവങ്ങളെ ആദ്യം ഒരു കഥ പോലെ മനസ്സിൽ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് ഹിസ്റ്ററിക്ക് ടൈം ലൈൻ അതുപോലെ മൈൻഡ് മാപ്പ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. കാരണം ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഓരോ കാലഘട്ടത്തിലും ഇന്ത്യ ഭരിച്ചിട്ടുള്ള സാമ്രാജ്യത്വ ശക്തികൾ ഏതൊക്കെ രാജവംശങ്ങളാണ് ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്, ഏതൊക്കെ റീജിയനിലായിരുന്നു അവരുണ്ടായിരുന്നത്, നോർത്തിൽ ഒരു രാജവംശം ഭരിച്ചപ്പോൾ അതേസമയം സൗത്തിൽ അവസ്ഥ എന്തായിരുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി നമുക്കുണ്ടായിട്ട് ആ ക്ലാരിറ്റിക്ക് മുകളിൽ വേണം നമ്മൾ കണ്ടന്റ് ബിൽഡ് ചെയ്ത് പോകാൻ. ഈ ഫൗണ്ടേഷൻ ഇല്ലാതെ നമ്മൾ എത്രയൊക്കെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഹിസ്റ്ററിക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു പഴി എന്താ, പഠിക്കുമ്പോൾ മറന്നു പോകുന്നു, എത്ര പഠിച്ചു കഴിഞ്ഞാലും തലയിൽ നിൽക്കുന്നില്ല. ആ പഴി നമ്മൾ കേൾക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള റീസൺ ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല എന്നുള്ളതാണ്. സോ ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് ഈ പറയുന്ന ഫൗണ്ടേഷനാണ്. ടൈം ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ഏത് ഹിസ്റ്ററി എടുത്തോട്ടെ ആദ്യം ഇതിൻ്റെ ഒരു ബിഗ് പിക്ചറിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. മൊത്തത്തിൽ ഇതൊക്കെയാണ് സംഭവം. ഒരു 10-15 മിനിറ്റ് നമ്മളൊരു സുഹൃത്തിരുന്ന് പറഞ്ഞു തരുന്ന പോലെ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഏൻഷ്യൻ്റ് ഹിസ്റ്ററിക്ക് ഇതുപോലെ ഒരു കഥ പോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നു, ഇതൊക്കെയാണ് നടന്നത്, ഇന്ന സ്ഥലത്ത് ഇന്ന രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിൽ വേണം ഓരോ കമ്പോണൻ്റായിട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ കണ്ടന്റ് ബിൽഡ് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു രീതി പറയാനാണെങ്കിൽ ഈ രീതിയിൽ ഒരു ട്രാൻസിഷൻ മാപ്പ് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ പഠിപ്പിക്കും. ആ മാപ്പ് വെച്ചിട്ട് ഓരോ റീജിയനിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 320 BC കാലയളവിൽ നന്ദ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്, ഈ നന്ദ ഡൈനാസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രഗുപ്ത മൗര്യൻ ഈ നന്ദ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ രാജാവായിട്ടുള്ള ധനനന്ദയെ തോൽപ്പിച്ചിട്ടാണ് ഈ പറഞ്ഞ മൗര്യ രാജവംശത്തിന് അടിത്തറവാകുന്നത്. അപ്പോൾ ആ നന്ദ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ സൗത്ത് ഇന്ത്യയിൽ അതേ സമയത്ത് ചോള പാണ്ഡ്യ ഡൈനാസ്റ്റീസ് ഉണ്ടായിരുന്നു. ആ മാപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്ത ട്രാൻസിഷൻ നോക്കുമ്പോൾ കണ്ടോ, ചന്ദ്രഗുപ്ത മൗര്യൻ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരാണ്, പച്ച പിടിച്ച് വരികയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും മൗര്യ സാമ്രാജ്യം എന്താണ് ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്ന അതേ സെയിം സമയത്ത് തന്നെ സൗത്ത് ഇന്ത്യയിൽ സംഘകാലഘട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ. ചോള, ചേര, പാണ്ഡ്യ എന്ന് പറയുന്ന മൂവണ്ടാസ് എന്ന് പറയുന്ന 3 രാജവംശങ്ങൾ താഴെയുണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ ആ മാപ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, മൗര്യൻ ഡൈനാസ്റ്റി കഴിഞ്ഞിട്ട് അവിടെ ശുംഗ ഡൈനാസ്റ്റി വരുന്നുണ്ട് അല്ലേ. ശുംഗ എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി വരുന്നുണ്ട്, താഴെ സതമനാസ് വരുന്നുണ്ട്. സോ ഇങ്ങനെ മാപ്പ് വെച്ച് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടൈം ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പിന്നീട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സോ ഈ രീതിയിൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ടൈം ലൈൻ ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ആദ്യം ഈ ക്രോണോളജി മനസ്സിലാക്കുക, അതിൻ്റെ മുകളിൽ മാത്രമേ കണ്ടന്റ് ബിൽഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് ഏറ്റവും നല്ല മാർഗം. ഇനി സോഴ്സസ്, ഏത് സോഴ്സിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. എപ്പോഴും ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ NCERTകളാണ്. അത് NCERTക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള NCERT ആണ് നമ്മുടെ തമിഴ്നാടിൻ്റെ പുതിയ ബുക്കുണ്ട്. പഴയ ബുക്ക് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. തമിഴ്നാടിൻ്റെ SCERTs ഉണ്ട്, അത് നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. ഗൂഗിളിൽ ഇതായിരിക്കും അതിൻ്റെ ഒരു കവർ പേജ്, നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ക്രോണോളജിയുടെ അടിസ്ഥാനത്തിലാണ് ആ ബുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ NCERTs ആ രീതിയിലല്ല വരുന്നത്. പക്ഷേ NCERT നമുക്ക് സ്കിപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറ്റത്തില്ല. നിങ്ങൾ വായിക്കേണ്ട NCERTs എന്ന് വെച്ച് കഴിഞ്ഞാൽ തീംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട് NCERT. +1ൻ്റെയോ +2ൻ്റെയാണ്. അതിൻ്റെ കവർ പേജ് ഇതാണ്. +2ൻ്റെ ബുക്കാണ് കേട്ടോ. +2ൻ്റെ തീംസ്, അതിൻ്റെ തീം 1 ആണ്. തീമിന് 3 പാർട്ടുണ്ട്, തീം 1, തീം 2, തീം 3. അതിനകത്ത് തീം 1 ആണ് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി. ഇതാണ് തീം 2 എന്ന് പറയുന്ന +2ൻ്റെ തന്നെ പാർട്ട് 2. ഇത് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്.
ഇനി അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ബേസ് തൊട്ടേ നിങ്ങൾക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും NCERT നോക്കാം. അവർ പാസ്റ്റ് 1ഉം അവർ പാസ്റ്റ് 2ഉം. ഇത് 6ാം സ്റ്റാൻഡേർഡിലെ 6th സ്റ്റാൻഡേർഡിലെ NCERT ആണ്. NCERTs ഒക്കെ നിങ്ങൾക്ക് NCERTയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് 7th സ്റ്റാൻഡേർഡിലെ NCERT ആണ്. ഇത് ഏൻഷ്യൻ്റ് ആണ്, ഇത് മെഡീവൽ ആണ്. അവർ പാസ്റ്റ് 1 എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ആണ്, അവർ പാസ്റ്റ് 2 എന്ന് പറയുന്നത് മെഡീവൽ ആണ്. അത് കുറച്ചുകൂടെ ബേസിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് യൂസ് ചെയ്യാം. ഇനി ആർട്ട്, കൾച്ചർ പോലുള്ള ഭാഗങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് ആർട്ട്, ആർക്കിടെക്ചർ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ കവർ ചെയ്യണം. അതിൻ്റെയും ബേസ് സോഴ്സായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന NCERT ആണ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ആർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നിതിൻ സിംഗാനിയുടെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ, അതിനകത്ത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതിയാകും. പക്ഷേ ഇവിടെ നമ്മുടെ മുന്നിലുള്ള ചലഞ്ച് എന്ന് പറയുന്നത് നമുക്കിനി KS എക്സാമിനായിട്ട്, പ്രിലിമിനറി എക്സാമിനായിട്ട് കേവലം ഒരു 80 സംതിങ് ഡേയ്സ് മാത്രമേ ഉള്ളൂ, അല്ലേ? 80ഓളം ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ ഒരു കാര്യങ്ങൾ വായിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ UPSC ആസ്പിറൻസിനൊക്കെ ഉള്ള ഒരു അഡ്വാൻറ്റേജ്, UPSC ആസ്പിറൻസ് ഓൾറെഡി ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വായിച്ച് നോക്കിയാൽ മതിയാവും. പക്ഷേ ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് ഈ പറയുന്ന പുസ്തകങ്ങൾ ആദ്യമേ വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു വർഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി നോട്ടൊക്കെ ഉണ്ടാക്കി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം. പക്ഷേ നമ്മുടെ മുന്നിൽ സമയം പരിമിതമായതുകൊണ്ട് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്ത് പഠിക്കുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യം. ഇനി ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണല്ലോ നമ്മുടെ മുന്നിൽ അടുത്ത നമ്മൾ നോക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് മനസ്സിലാക്കാനായിട്ടുള്ള അടുത്ത ടൂള്. ഓക്കെ, സൗത്ത് ഇന്ത്യ ഫോക്കസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഏത് കിങ്ഡമാണ് മാട്രിയാർക്കി ഫോളോ ചെയ്തത്? താഴെ തന്നിരിക്കുക സൗത്ത് ഇന്ത്യയിലെ ഏത് കിങ്ഡമാണ്? അതുപോലെ അശോക സൗത്ത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ക്രിപ്റ്റ് ഏതാണ്? അത് ചോദിച്ചിട്ടുണ്ട്. അടുത്തതുണ്ടോ, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്, അന്ന് 2020 സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോഴത്തേക്കും കുറച്ച് നമ്മൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. 2022 PSC മാറി തുടങ്ങി, ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ട് ഇപ്പോൾ തഴക്കം വന്നിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാർക്ക്, അല്ലേ? ഡിഗ്രി തലത്തിൽ പോലും അത്യാവശ്യം സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച്, അതുപോലെ മറാഠ സാമ്രാജ്യത്തെക്കുറിച്ച്, പാനിപ്പട്ട് യുദ്ധത്തെക്കുറിച്ച് ഒക്കെ ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കണ്ടോ, വീണ്ടും നമ്മുടെ മെഡിവൽ പീരീഡിൽ വെർനാക്കുലർ ലിറ്ററേച്ചർ, അതും നമ്മുടെ സൗത്തുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഡെവലപ്പ് ചെയ്യുന്നതിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള രാജവംശം ഏതാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. നിസാമുദ്ദീൻ ഓലിയെ കുറിച്ചിട്ട്, മുഹമ്മദ് ബിൻ തുഗ്ലക്, അതും മെഡീവൽ പീരീഡിൽ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആ സമയത്തുള്ള ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ഏൻഷ്യൻ്റ് മെഡീവൽ പാർട്ടിൽ നിന്ന് ചോദിക്കാറുള്ളത്. അടുത്തത് ശിവജിയുടെ അഷ്ടപ്രധാനം എന്ന് പറയുന്ന സിസ്റ്റത്തെക്കുറിച്ച്. അപ്പോൾ ഇവിടെ മറാഠാസിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം മറാഠാസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത് ബാമണി കിങ്ഡത്തെക്കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ്. വിജയനഗരയുടെ സെയിം സമയത്തുണ്ടായിരുന്ന മറ്റൊരു രാജവംശമാണ് ബാമണി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വീണ്ടും മുഗൾ ആർക്കിടെക്ചറിൽ നിന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മുഗൾ ആർക്കിടെക്ചർ, അത് ഡിഗ്രി തല എക്സാമുകൾക്ക് പോലും മുഗൾ ആർക്കിടെക്ചറിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അല്ലേ? മുഗൾ ആർക്കിടെക്ചറിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. ആരാണ് മാർബിൾ എന്ത് ചെയ്തത്, യൂസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ബിൽഡിങ്ങിൽ മാർബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്, ഏത് രാജാവാണ്, മുഗൾ റൂളർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മുഗൾ ആർക്കിടെക്ചറിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാത്തിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെരിഫറൽ നോളജ് ഉണ്ടാക്കണം. ഒന്നിനെ പറ്റിയും ഒരുപാട് ഡെപ്തിൽ പഠിച്ചു പോകുന്നതല്ല ആയിരിക്കരുത് നമ്മുടെ സ്ട്രാറ്റജി. നമ്മൾക്കൊരു പെരിഫറൽ നോളജ് ഉണ്ടാക്കിയെടുക്കുക. അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ക്രോണോളജി. ആ ക്രോണോളജിയുടെ ബേസിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ കണ്ടന്റ് ബിൽഡ് ചെയ്യാൻ. അത് മാത്രമല്ല, നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഈ പറയുന്ന കാര്യങ്ങളെ, നമ്മുടെ രാജവംശത്തെക്കുറിച്ച് പഠിച്ച കാര്യങ്ങളെ കൺസോൾഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു, മൗര്യാസ്. ആ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് നമ്മൾ പഠിച്ചു, അതുപോലെ മിലിറ്ററി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അവിടുത്തെ എങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്തിരുന്നത്, ഇതെല്ലാം നമ്മൾ നോക്കി. ഇനി അതിൻ്റെ ആർട്ട് സൈഡ് വരുമ്പോഴത്തേക്കും, ഇപ്പോൾ ആർക്കിടെക്ചർ, മൗര്യൻ ആർക്കിടെക്ചർ അന്ന് ഏതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മൗര്യ മൊത്തത്തിൽ നോക്കുമ്പോൾ ആദ്യം ആർക്കിടെക്ചറിൽ നമുക്ക് കേവ് പറയാം, അല്ലേ? അതുപോലെ തന്നെ സ്തൂപ്പാസ് പറയാം. ഇങ്ങനെയുള്ള ആർക്കിടെക്ചർ നമുക്ക് പറയാം. ഇനി അതുപോലെ തന്നെ പില്ലേഴ്സ് പറയാം, മൗര്യൻ പില്ലേഴ്സ്. ഇനി അതുപോലെ തന്നെ ആർട്ട്, അതിനകത്ത് സ്കൾപ്ചേഴ്സ് നമുക്ക് പറയാം.
ഇനി പോട്ടറി, അത് നമുക്ക് പറയാം. ഇനി ലിറ്ററേച്ചർ, ആ സമയത്തുണ്ടായിരുന്ന ലിറ്ററേച്ചർ ഏതൊക്കെ ടൈപ്പ് ലിറ്ററേച്ചർ ആയിരുന്നു, അപ്പോൾ ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അർത്ഥശാസ്ത്ര പോലുള്ള ലിറ്ററേച്ചേഴ്സ്, ഇൻഡിക്ക പോലുള്ള ലിറ്ററേച്ചേഴ്സ്. ഇങ്ങനെ മൊത്തത്തിൽ ഇതിനെ എന്ത് ചെയ്യണം, കൺസോൾഡേറ്റ് ചെയ്യാൻ പറ്റണം. ഒറ്റ പേജിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ കൺസോൾഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം, ഓക്കെ, ആ ഒരു ഏരിയയിൽ ഞാൻ അത്യാവശ്യം എക്സ്പേർട്ടായി. എന്നെക്കൊണ്ട് ഒരു മെയിൻസിന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് എഴുതാൻ സാധിക്കും. മെയിൻസിന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ്. എത്ര ചുരുക്കി നിങ്ങൾക്ക് ആ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ സാധിക്കുമോ അവിടെയാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. കാരണം 4 ലൈനിനകത്ത് നീട്ടി വലിച്ച് എസ്സേ എഴുതാനായിട്ടുള്ള സ്പേസ് നമുക്കില്ല. സോ അവിടെ ഇങ്ങനെ എത്രമാത്രം ചുരുക്കി കൺസൈസ് ആയിട്ട് എഴുതാൻ സാധിക്കുമോ അവിടെയാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങളെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഒറ്റ പേജിൽ നമുക്ക് വളരെ ചുരുക്കി എഴുതാനായിട്ട്, അങ്ങനെ നോട്ട് ഉണ്ടാക്കാൻ, നമ്മുടെ റിവിഷൻ നോട്ടുകൾ നമുക്ക് ആൻസർ റൈറ്റിങ്ങിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. സോ ഇങ്ങനെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, മൊത്തത്തിൽ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് പഠിച്ചു വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. സംഘം ലിറ്ററേച്ചർ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എമർജൻസ് ഓഫ് ദ്രവീഡിയൻ ടെമ്പിൾ ആർക്കിടെക്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദ്രവീഡിയൻ ടെമ്പിൾ ആർക്കിടെക്ചർ. സോ ആർക്കിടെക്ചർ എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ലിറ്ററേച്ചർ എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വൈ നളന്ദ ആൻഡ് തക്ഷശില ആർ പോപ്പുലർ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ഓഫ് ഏൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ ഇന്ത്യ. ഇതൊരിക്കലും നമുക്ക് ഒരു പുസ്തകത്തിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന ആൻസർ അല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളെ വെച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. കാര്യം ഇതൊരിക്കലും നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഓക്കെ ഇത് ഇന്ന പുസ്തകത്തിൽ നിന്ന് ഈ വരിയിൽ കിടപ്പുണ്ട് എന്ന് പറഞ്ഞ് എഴുതി വെക്കാൻ പറ്റുന്ന ആൻസേഴ്സ് അല്ല. ഇത് നമ്മൾ ചിന്തിച്ചിട്ട് എഴുതണം. ഇപ്പം മോഡേൺ പീരീഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നവോത്ഥാനം കൊണ്ട് ഇന്ത്യൻ സ്ത്രീകളുടെ സ്റ്റാറ്റസിൽ എന്ത് ചേഞ്ചാണ് വന്നിട്ടുള്ളത്, നവോത്ഥാനം കാരണം ഇന്ത്യൻ സ്ത്രീകളുടെ സ്റ്റാറ്റസിൽ എന്ത് ചേഞ്ചാണ്, ഇത് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് അവിടെ നിന്ന് കിട്ടില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റുകളും അതിലെ ലീഡേഴ്സും അവരെന്തൊക്കെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്, അതുവഴി സ്ത്രീകൾക്ക് എന്ത് മാറ്റം സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി എഴുതേണ്ട ആൻസേഴ്സ്. അതൊരിക്കലും നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന ആൻസറുകളല്ല. സോ ആ രീതിയിൽ വേണം നമ്മുടെ ചിന്തകൾ മാറാൻ. ഇപ്പോൾ പ്രിലിംസിനും മെയിൻസിനുള്ള ചേഞ്ച് ഇതാണ്. പ്രിലിമിനറിക്ക് പഠിക്കുന്ന അതേ കാര്യത്തിൽ തന്നെ കുറച്ചുകൂടെ അനലിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവിൽ ആലോചിക്കുക, അതിനെ ചുരുക്കി എഴുതാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെയിൻസിലും എന്തായി, നമ്മൾ തറവായി. ഇനി മോഡേണിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്? എഗൈൻ ടൈം ലൈൻ ബേസ്ഡ് തന്നെ ആയിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ. അതിൽ ഒരു മാറ്റവും ഇല്ല. ടൈം ലൈൻ വിട്ടിട്ട് നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ടൈം ലൈൻ ആയിരിക്കണം നിങ്ങളുടെ ബേസ്. അതിൻ്റെ മുകളിൽ മാത്രമേ കണ്ടന്റ് ബിൽഡ് ചെയ്യാവൂ. ആ ടൈം ലൈൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് മോഡേൺ ഹിസ്റ്ററിയുടെ ടൈം ലൈൻ നമ്മുടെ KS മെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ റെഫർ ചെയ്യാം. ആ ടൈം ലൈൻ ബേസ് ആക്കിയതിന് ശേഷം വേണം നിങ്ങൾ അതിൻ്റെ മുകളിൽ കണ്ടന്റ് ബിൽഡ് ചെയ്യാനായിട്ട്. ഇനി യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽസ് നിങ്ങൾക്ക് NCERTs നോക്കാം. അതിനകത്ത് തന്നെ 8ാം ക്ലാസ്സിലെ അവർ പാസ്റ്റ് 3 എന്ന് പറയുന്ന 3ാമത്തെ ഭാഗം മോഡേൺ ഡേ ഹിസ്റ്ററിയാണ്. അത് കുറച്ച് ബേസ് ലെവലിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഇനി കുറച്ചുകൂടെ നല്ല രീതിയിൽ നോക്കാനായിട്ട് +2ൻ്റെ തീം 3 എന്ന് പറഞ്ഞിട്ട് 3ാമത്തെ ഭാഗം, അതും മോഡേൺ ഡേ ഹിസ്റ്ററിയാണ്. ഈ 2 പുസ്തകങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അതുപോലെ തന്നെ ബേസ് മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് മോഡേൺ ഡേ ഹിസ്റ്ററി സ്പെക്ട്രം എന്ന് പറയും. രാജീവ് അഹിർ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്പെക്ട്രം. അത് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നില്ല, PDF ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് യൂസ് ചെയ്താലും മതിയാവും. ആ സ്പെക്ട്രം നോക്കിയാലും നിങ്ങൾക്ക് മതിയാവും. പക്ഷേ ഇവിടെ സമയത്തിൻ്റെ പരിമിതി മനസ്സിലായിക്കൊണ്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം പുസ്തകം വായിക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കഴിഞ്ഞ പ്രാവശ്യം 2 ക്വസ്റ്റ്യനാണ് മോഡേൺ ഡേ ഹിസ്റ്ററി എന്ന് ചോദിച്ചത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ട്രീ ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് ഏത് റൂളറാണ് പ്ലാൻ ചെയ്തതെന്നുള്ളത്. അത് ടിപ്പു സുൽത്താനാണ്. മൈസൂറിനെ കുറിച്ചുള്ളതായിരുന്നു ചോദ്യം. മൈസൂറിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു ചോദിച്ചത്. അതുപോലെ എ നേഷൻ ഇൻ ദ മേക്കിംഗ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. ഈ 2 സിമ്പിൾ MCQ ചോദ്യമാണ്. പക്ഷേ ഒരിക്കലും ഈ ലെവൽ ഓഫ് ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തവണത്തെ KS എക്സാമിന് ആരും പോകരുത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ മാത്രം അവർ ഒതുക്കില്ല. കുറച്ചുകൂടെ ഡെപ്തിലുള്ള, കുറച്ചുകൂടെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. കാര്യം ഇപ്പോൾ LSGSൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പേപ്പർ 2-നകത്ത് നമ്മുടെ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി, ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പൊതുവേ PSCക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. അതിന് മുമ്പുള്ള ഡിഗ്രി തല എക്സാമുകൾക്കൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ LSGSൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ഒരു അല്പം കൂടെ ഡെപ്തിലേക്കുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. സോ അങ്ങനെ ഒരിക്കലും ആ പറഞ്ഞ സിമ്പിളായിട്ടുള്ള ഒരു ലെവലിൽ PSC ചോദിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കുറച്ചും കൂടെ ഡെപ്തിൽ അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു സ്കോപ്പ് ഇവിടെ കിടപ്പുണ്ട്. ആ രീതിയിൽ തന്നെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി മെയിൻസിൻ്റെ ക്വസ്റ്റ്യനോ, ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ബ്രിട്ടൻ
വാസ് പ്രിമൈസ്ഡ് അപ്പോൺ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇന്ത്യ എക്സാമിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് എവിടെ നിന്ന് ഉത്തരവെടുത്ത് എഴുതാൻ പറ്റുന്ന അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൊക്കെ അകത്തൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് 5 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, 5 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ലിസ്റ്റ് ചെയ്യുക. അത് നമ്മൾ പ്രിലിംസിന് പഠിച്ച അതേ കാര്യം തന്നെ ഇവിടെ വൃത്തിക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതായി അല്ലേ. അപ്പോൾ കണ്ടന്റ് വൈസ് ഉള്ള സാധനങ്ങളുണ്ട്, അനലിറ്റിക്കലായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഫാക്ച്വലായിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന മെയിൻസ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ ഇങ്ങനെ ചിന്തിച്ച് ഉത്തരം കണ്ടെത്തേണ്ട മെയിൻസ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതിനെ രണ്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടത് 2 രീതിയിലാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാനുള്ളത്. അടുത്ത ഇന്ത്യൻ റെനൈസൻസ് റിസൾട്ടഡ് ഇൻ ദ എമർജൻസ് ഓഫ് ന്യൂ ഐഡന്റിറ്റി ഫോർ ഇന്ത്യൻ വിമൻ എന്ന് പറഞ്ഞ് അനലൈസ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരല്പം കൂടെ കടന്ന് കുറച്ച് ചിന്തിച്ചെഴുതേണ്ട ആൻസേഴ്സാണ് അല്ലെങ്കിൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻസിന് ചോദിക്കാറുള്ളത്. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തത് കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററിക്കകത്ത് എഗെയിൻ ഈ പറഞ്ഞ നമ്മുടെ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് എടുക്കുകയാണെങ്കിൽ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റുകൾ, അത് സോഷ്യൽ മൂവ്മെൻറ്റുകളുണ്ട്, പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകൾ. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കുക. ഓർഗനൈസേഷൻസ്, അതുമായി ബന്ധപ്പെട്ട ലീഡേഴ്സ്, ആ ഏരിയാസ് തറവായിരിക്കുക. ഇനി അടുത്തത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാര്യങ്ങൾ, അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ സമയത്തുള്ള ഗവൺമെൻറ് സ്റ്റേറ്റ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പൊളിറ്റിക്കൽ പാർട്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അന്നത്തെ ലെജിസ്ലേഷൻസ് നിയമങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കണ്ടോ, വിദ്യാഭൂഷണി അതുപോലെ ആനന്ദ മഹാസഭ ഓർഗനൈസേഷൻ, അതിൻ്റെ ഫൗണ്ടർ ആരാണ്? സിമ്പിളായിട്ടൊരു MCQ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് ആയിട്ട് നമുക്കിതിനെ ബന്ധപ്പെടുത്താം. അതുപോലെ തന്നെ അടുത്തത് കണ്ടോ, കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതുപോലെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് അതിലേതാണ് ശരി ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് കൊച്ചിൻ നായർ ആക്ട്, ലെജിസ്ലേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയാനുള്ള റീസൺ ഇതാണ്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഇനി നെയിം ഓഫ് ദ ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹു ഗോട്ട് ഓപ്പർച്യൂണിറ്റി ടു ബിക്കം മെമ്പർ ഓഫ് കൊച്ചിൻ പ്രജാമണ്ഡൽ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ചീഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട്. കേരള പഞ്ചായത്ത് രാജ് ബിൽ 1994, വീണ്ടും ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ് സെക്കൻഡ് കോalition മിനിസ്ട്രി പൊളിറ്റിക്കൽ പാർട്ടീസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ വീണ്ടും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഐക്യ കേരള കമ്മിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ ആ ഏരിയയിൽ നമ്മുടെ ഈ പറഞ്ഞ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യാനന്തരമുള്ള കേരള ചരിത്രം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി വേൾഡ് ഹിസ്റ്ററിയും എഗെയിൻ ഇതുപോലെ തന്നെയാണ് നോക്കാനുള്ളത്. ഇത് നമ്മുടെ ടൈം ലൈൻ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വേൾഡ് വാർ പോലുള്ള കാര്യങ്ങൾക്ക് ഒരു എക്സ്ട്രാ എന്ത് ചെയ്യുക, ഒരു എംഫസൈസ് നിങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ സിലബസിനകത്ത് ഗ്ലോബലൈസേഷൻ, കമ്മ്യൂണിസം, സോഷ്യലിസം പോലുള്ള ഐഡിയോളജീസ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, അതുപോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, കമ്മ്യൂണിസമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ തിയറി ഓഫ് കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഐഡിയോളജീസ് ഇതൊരിക്കലും നിങ്ങൾ ഡിഗ്രി തലത്തിൽ അത്ര നന്നായിട്ട് പഠിക്കുന്ന ഒരു ഏരിയയല്ല അവിടെ. അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടെ നിങ്ങൾ എക്സ്ട്രാ കെയർ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഈ കമ്മ്യൂണിസം, സോഷ്യലിസം, അതുപോലെ ഈ ഗ്ലോബലൈസേഷൻ, ഇങ്ങനെയുള്ള ഐഡിയാസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതെങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാം. അപ്പോൾ ആ ഒരു മേഖലയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഒറ്റ സോഴ്സായിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഏൻഷ്യൻ്റ്, മെഡീവൽ, മോഡേൺ കിട്ടിയതുപോലെ നിങ്ങൾക്ക് ഒരു സോഴ്സിൽ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കണമെന്നുണ്ടെങ്കിൽ തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ NCERT നിങ്ങൾക്ക് ബേസ് ആയിട്ട് നോക്കാം. പക്ഷേ അത് മാത്രം പോരാ. ഈ പറഞ്ഞ മെറ്റീരിയൽസ് നിങ്ങൾ എക്സ്ട്രാ കുറച്ച് ഗൂഗിളിൽ നിന്നുള്ള കണ്ടൻറ്റൂടെ നോക്കുക. അതർവൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ KS മെൻറ്ററിൻ്റെ വേൾഡ് ഹിസ്റ്ററി നിങ്ങൾക്ക് ബുക്കിൻ്റെ സെറ്റ് കിട്ടും. ആ ബുക്കിനകത്ത് എല്ലാ പറഞ്ഞ സിലബസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ഈ പറഞ്ഞ ടോപ്പിക്ക് വൈസ് ഡീറ്റെയിൽഡ് ആയിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇതാണ് വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള അപ്രോച്ച്. ഇനി കൾച്ചറൽ പാർട്ട് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിലിംസിന് 10 മാർക്കും മെയിൻസിന് 7 ക്വസ്റ്റ്യൻ ആണ്. 7 ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു 30-35 മാർക്കോളം ഈ പറയുന്ന കൾച്ചറിൻ്റെ ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കൾച്ചർ എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്ട്രാ ഒരു ഫോക്കസ് കൊടുത്ത് പഠിക്കണം എന്ന് ഞാൻ എടുത്തു പറയാനുള്ള റീസൺ. ഈ കൾച്ചറിനകത്ത് ആർട്ട് ഫോംസ്, ഇപ്പം തുള്ളലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ മെയിൻസിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ടെമ്പിൾ ആർക്കിടെക്ചർ, കേരളത്തിലുള്ള ടെമ്പിൾ ആർക്കിടെക്ചറുമായി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ്
ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങളുടെ മുന്നിലുള്ളത് ഇതിനൊരു സോഴ്സ് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ, കുറേ സോഴ്സസ് റെഫർ ചെയ്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കാനുള്ളത്. ഇപ്പോൾ ടൂറിസം സൈറ്റുകളിൽ കുറേ കാര്യങ്ങൾ കിട്ടും, അല്ലാതെ മറ്റ് സൈറ്റുകൾ, ഇപ്പോൾ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് വേറെ കുറേ സൈറ്റുകൾ നമ്മൾ റെഫർ ചെയ്യണം. അങ്ങനെ കുറേ സൈറ്റുകൾ റെഫർ ചെയ്ത് കുറേ സോഴ്സസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ചാലഞ്ച്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബുക്ക്, നമ്മുടെ KS മെൻറ്ററുടെ ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കൾച്ചറിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. കൾച്ചറൽ പാർട്ട്, ഈ കേരളത്തിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ് എങ്ങനെ ഡീൽ ചെയ്യണം, ആ ഒരു ഏരിയ നിങ്ങൾക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കേട്ട് എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ മൊത്തത്തിൽ ഹിസ്റ്ററിയുടെ ഒരു പിക്ചർ ഇതാണ്. മൊത്തം 40 മാർക്കുണ്ട്. മെയിൻസിന് 26 ക്വസ്റ്റ്യൻ, അതായത് 100 മാർക്കാണ് മെയിൻസിന് ഒരു പേപ്പർ. 5 കീ ഏരിയാസ്. ഈ ഏരിയാസ് ഈ രീതിയിൽ ടാക്കിൾ ചെയ്യുക. പ്രത്യേകിച്ച് ടൈം ലൈൻ പോലുള്ള ഭാഗങ്ങൾക്ക് ഒരു എക്സ്ട്രാ കെയർ കൊടുത്ത് തന്നെ നിങ്ങൾ പഠിച്ചു പോകുക എന്നുള്ള കാര്യം എപ്പോഴും ഞാൻ പറയുന്നു. വീണ്ടും 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 അത് മനസ്സിൽ ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അത് കൃത്യമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.